കേരളം കാത്തിരുന്ന ഒരു പേരുണ്ടായിരുന്നു, മെസ്സി. ലോകം ആരാധിക്കുന്ന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്നു. സ്റ്റേഡിയം നവീകരണം, സുരക്ഷാ ക്രമീകരണങ്ങൾ, മന്ത്രിമാരുടെ യോഗങ്ങൾ, വലിയ വലിയ ചർച്ചകൾ, ഒരു നാടിന്റെ സ്വപ്നം. എന്നാൽ ആ സ്വപ്നം നമ്മളെ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? ഒരു മെസ്സി കൊടുങ്കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശിയപ്പോൾ ഈ നാട്ടുകാരുടെ ഹൃദയങ്ങളിലും മാധ്യമ തലക്കെട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നത് മെസ്സിയല്ല, പകരം അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന തട്ടിപ്പിന്റെയും കൊള്ളയുടെയും കള്ളത്തരങ്ങളുടെയും കറ പുരണ്ട ഒരു പേരാണ്. 3000 കോടിയുടെ വ്യാജ ഫോൺ കമ്പനി ഉണ്ടാക്കി ആപ്പിളിനെ വെല്ലുന്ന കൊറിയൻ ടെക്നോളജി എന്ന് തട്ടിവിട്ട് ബാങ്കുകളിൽ നിന്നും കോടികൾ വായ്പയെടുത്ത് മുങ്ങിയവർ, പാവപ്പെട്ട ആദിവാസികളെയും സാധാരണക്കാരെയും പറ്റിച്ച് കോടികളുടെ സംരക്ഷിത മരങ്ങൾ മുറിച്ചു കടത്തിയവർ, ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനലിന്റെ ഉടമകളാണെന്ന് അവകാശപ്പെടുന്നവർ. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാട്ടുകള്ളന്മാരായ ഗുണ്ടകളിൽ നിന്നും കോർപ്പറേറ്റ് കള്ളന്മാരിലേക്ക് വളർന്ന അഗസ്റ്റിൻ സഹോദരന്മാരെ കുറിച്ചാണ്. ഈ തട്ടിപ്പിന്റെ വേരുകൾ എവിടെ തുടങ്ങുന്നു? എന്താണ് ഈ സഹോദരന്മാരുടെ യഥാർത്ഥ ചരിത്രം? ഒട്ടും സംശയിക്കേണ്ട, നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ ഇവിടെ തുടങ്ങുകയാണ്. ആൻഡോ അഗസ്റ്റിൻ, റോജോ അഗസ്റ്റിൻ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉണ്ടായിരുന്ന, തുടർച്ചയായി കള്ളത്തരങ്ങളും പറ്റിക്കലുകളും നടത്തി 10-12 കേസുകളിൽ പ്രതികളായ കാട്ടുകള്ളന്മാർ. ഇതാണ് ഇവരുടെ അടിസ്ഥാന ചരിത്രം. ഗുണ്ടാ വിളയാട്ടത്തിൽ നിന്നും കോർപ്പറേറ്റ് തട്ടിപ്പുകളിലേക്ക് ഇവർ വളർന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഇവരുടെ തട്ടിപ്പുകളുടെ കിരീടത്തിലെ രത്നമായിരുന്നു മാംഗോ ഫോൺ തട്ടിപ്പ്. 3000 കോടി രൂപ മുടക്കി ആപ്പിളിനെ വെല്ലുന്ന കൊറിയൻ സാങ്കേതിക വിദ്യയിൽ ചൈനയിൽ നിർമ്മിക്കുന്ന ഫോൺ എന്നായിരുന്നു പ്രഖ്യാപനം. ഫ്രാഞ്ചൈസി തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് തുടങ്ങിവെച്ച ഈ പദ്ധതിയിൽ വ്യാജരേഖകൾ നൽകി ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും കോടികൾ വായ്പയെടുത്ത് മുങ്ങുക എന്നതായിരുന്നു മുഖ്യ തട്ടിപ്പ്. മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യങ്ങൾക്ക് പോലും കാശ് നൽകാതെ വഞ്ചനയുടെ പാരമ്യതയിൽ ഇവർ അന്ന് എത്തിച്ചേർന്നു. ഇതിനേക്കാൾ ക്രൂരമായ തട്ടിപ്പാണ് മുട്ടിൽ മരമുറി കേസ്. പാവപ്പെട്ട ആദിവാസികളോടും സാധാരണക്കാരോടും സംരക്ഷിത മരങ്ങൾ മുറിക്കാൻ തങ്ങൾക്ക് അനുമതിയുണ്ടെന്ന വ്യാജരേഖകൾ കാണിച്ചു. തുച്ഛമായ പണം നൽകി മരങ്ങൾ മുറിച്ചു കടത്തി. ബാക്കി പണം ചോദിച്ചപ്പോ മരങ്ങൾ കേടായിരുന്നു എന്ന കള്ളം പറഞ്ഞ് പാവങ്ങളെയും പറ്റിച്ചു. ഇവിടെ പറ്റിക്കപ്പെട്ടത് പാവങ്ങൾ മാത്രമല്ല, ഈ നാട് കൂടിയാണ്. സർക്കാരിന്റെ സംരക്ഷിത മരങ്ങൾ മുറിച്ചു കടത്തി കോടികൾ ഉണ്ടാക്കിയപ്പോ പാവങ്ങൾക്ക് വന്ന നോട്ടീസിൽ പിഴയൊടുക്കാൻ കാണിച്ചത് 10ഉം 20ഉം 80ഉം ലക്ഷങ്ങളാണ്. ഈ തട്ടിപ്പ് വയനാട്ടിലെ വനഭൂമിക്ക് മേലുള്ള ഒരു കൊള്ളയായിരുന്നു. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് 150 ഏക്കർ സ്ഥലം ടൗൺഷിപ്പിനായി വാഗ്ദാനം ചെയ്ത് കയ്യടികളും അഭിനന്ദനങ്ങളും വാങ്ങിക്കൂട്ടി അവസാനം 150 ഏക്കർ വായുവിലെഴുതി കണക്ക് കൂട്ടി നാട്ടുകാരെ വഞ്ചിച്ച അതേ തട്ടിപ്പ് രീതിയുടെ തുടർച്ച മാത്രമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തുടർച്ചയായി കള്ളത്തരങ്ങൾ ചെയ്തും ബാങ്കിനെ പറ്റിച്ചും പാവങ്ങളെ കൊള്ളയടിച്ചും സർക്കാരിന്റെ സ്വത്ത് മോഷ്ടിച്ചും പ്രാദേശിക തലത്തിലും രാജ്യാന്തര തലത്തിലും തട്ടിപ്പുകൾ നടത്തിയ ഈ കാട്ടുകള്ളന്മാർക്ക് എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള ധൈര്യം ലഭിക്കുന്നത്? ഇവരെ പിന്തുണയ്ക്കുന്നത് ഇവിടെ ആരാണ്? ഇത്രയധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടകൾ ഇന്ന് മാധ്യമരംഗത്ത് പിടിമുറുക്കിയിരിക്കുന്നു. റിപ്പോർട്ടർ TV എന്ന ചാനലിന്റെ ഉടമകൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു. തട്ടിപ്പിന്റെ ചരിത്രമുള്ള ഈ പെരുങ്കള്ളന്മാർ നടത്തുന്ന ചാനലിന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഓഫീസിൽ നടന്നിട്ടും മിണ്ടില്ലെന്ന ഗുരുതരമായ ആരോപണങ്ങളൊക്കെ പലതവണ ഉയർന്നു വന്നതാണ്. ജേർണലിസത്തിന്റെ ബാലപാഠം പോലും തീണ്ടാത്തവർ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ട്യൂഷൻ എടുക്കുന്നു. റിപ്പോർട്ടർ TVയും മറ്റെന്തോ തട്ടിപ്പിന്റെ ഭാഗമാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കള്ളപ്പണം വെളുപ്പിക്കാനും മറ്റും തട്ടിപ്പുകൾ മറയ്ക്കാനുമുള്ള ഒരു മറ മാത്രമായി ഈ മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ ആവോ? ഇവിടെയാണ് ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ചോദ്യമുയരുന്നത്. ബാക്കിയുള്ളവർക്ക് വേദമോതുന്ന ഇവർക്ക് ഇങ്ങനെയൊരു കൊള്ള സങ്കേതത്തിൽ ഇരുന്ന് ജോലി ചെയ്യാനും അതുമാത്രമല്ല കൊള്ള മുതൽ ശമ്പളമായി കൈപ്പറ്റാനും ലജ്ജ തോന്നുന്നില്ലേ? റിപ്പോർട്ടർ TV വിട്ട് പുറത്തു വരുന്ന കാലത്ത് തന്റെ അന്നത്തെ നിസ്സഹായ അവസ്ഥ ഡോക്ടർ അരുൺകുമാർ പിന്നീട് പറയുമായിരിക്കും. പക്ഷേ നിലവിലെ ഈ മൗനം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമല്ലേ? രാഷ്ട്രീയ രംഗത്ത് ഇവരുടെ കളി മറ്റൊരു തമാശയാണ്. വയനാട് ലോക്സഭാ സീറ്റിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിന്ന സമയത്ത് തട്ടിപ്പുകൾ വാർത്തയായപ്പോ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് പിന്മാറുന്നു എന്ന് വ്യാജേന മുങ്ങി NDA സ്ഥാനാർത്ഥിയായ തുഷാറിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോകൾ ഇന്നും ഫേസ്ബുക്കിൽ സൂക്ഷിച്ച ഇവനാണ് ഇന്ന് കോൺഗ്രസിനും UDFനും വർഗീയ വിരുദ്ധതയുടെ ക്ലാസ് എടുക്കുന്നത്, CPMനെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത്. എന്ത് മനോഹരമായ കപടനാട്യം! പ്രാദേശിക ബാങ്ക് വനംകൊള്ള തട്ടിപ്പുകൾക്ക് ശേഷം ഈ കാട്ടുകള്ളന്മാർ അന്താരാഷ്ട്ര തലത്തിലുള്ള വഞ്ചനയ്ക്ക് ഒരുങ്ങിയിറങ്ങി. ഇത്തവണ ഒരു നാടിന്റെ ഔദ്യോഗിക സംവിധാനത്തെ മൊത്തം പൊട്ടം
കള്ളന്മാരാക്കി. അതാണ് മെസ്സി വിവാദം. ഔദ്യോഗികമല്ലാത്ത വഴികളിലൂടെ അർജന്റീന ടീമുമായി സംസാരിക്കുക, അതിവിടെ 4 റീലുകൾ നിർമ്മിച്ച് ഭയങ്കരമായി ആഘോഷിക്കുക, മെസ്സി വരുന്നു എന്ന വ്യാജേന കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് വിട്ടു നൽകുക, ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടകൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ അകമ്പടി നൽകുക, മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വരെ കൂടിയിരുന്ന് സമയം കളഞ്ഞ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന്റെ മേൽ അവലോകന യോഗം നടത്തുക. എന്നാലും ഈ കള്ളന്മാർ എത്രമാത്രം ആഴത്തിൽ ഇവിടുത്തെ സംവിധാനത്തെ പറ്റിച്ചുവെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ എന്തെല്ലാം അനുമതികൾ, ഉറപ്പുകൾ ലഭിച്ചു എന്ന് ചോദിക്കാനുള്ള പ്രാഥമിക ബുദ്ധി പോലും മുഖ്യമന്ത്രിയോ കായിക മന്ത്രിയോ കാണിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ്. ഗ്രൗണ്ട് നവീകരണവും ഫിഫയുടെ അനുമതിയും മാത്രമേ ലഭിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മെസ്സി വരില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാധാരണക്കാരന്റെ ബുദ്ധി പോലും ഉദ്യോഗസ്ഥരിൽ ഒരാൾക്കും ഉണ്ടായില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ മെസ്സി വരാൻ പോണില്ല എന്ന വിവരമുള്ളവർ അന്നേ പറഞ്ഞിരുന്നു. ഈ സന്ദർശനത്തിന്റെ പേരിൽ കോടികൾ സ്പോൺസർഷിപ്പിൽ കണ്ടെത്താനും കുറെ കള്ളപ്പണം വെളുപ്പിക്കാനുമാണ് ആൻഡോ ബ്രദേഴ്സ് ഉദ്ദേശിച്ചത്. മെസ്സി വന്നാൽ മെസ്സിക്ക് കൊള്ളാം, കേരളത്തിൽ വരാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കളിക്കാമെന്ന് കരുതേണ്ട എന്നൊക്കെ വീരവാദമടിച്ച ഈ അല്പന്മാർക്ക് സംഭവിച്ചതോ? ഒന്നും നടന്നില്ല. ഇപ്പൊ കലൂർ സ്റ്റേഡിയത്തിൽ തിരക്കിട്ട് നടന്ന പണിയുടെ ഭാഗമായി ജോലിക്കാർക്ക് ശമ്പളം നൽകിയില്ലെന്ന വാർത്തയാകും അടുത്തത് വരാനുണ്ടാവുക. ഇവരുടെ രീതി അതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. മെസ്സി അർജന്റീന കൊടുങ്കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശിയ ശേഷം ഈ നാട്ടുകാരുടെ ഹൃദയങ്ങളിലും മാധ്യമ തലക്കെട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു നാമം അഗസ്റ്റിൻ ബ്രദേഴ്സ് മാത്രമായിരിക്കും. ഇത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട ഈ സ്വയം പൊങ്ങിക്ക് ഈ നാടിനെ പറ്റിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം നമ്മുടെ ഭരണകൂടമാണ്. ഇവനെയൊക്കെ നമ്പി കലൂർ സ്റ്റേഡിയം കളിച്ചു മറിക്കാനുള്ള അനുമതി നൽകാനും അതുപോലെ തന്നെ മെസ്സിക്ക് സുരക്ഷ നൽകാൻ പോലീസ് പടയെ നിർമ്മിക്കാനും എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാൻ ഒരു IAS ഓഫീസറെ മുഴുവൻ സമയം നിയമിക്കാനും ഒരുമ്പെട്ട നമ്മുടെ ഗവൺമെന്റിനെ നയിക്കുന്നവർക്ക് എത്ര കുറ്റി മരം തടഞ്ഞു എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഈ ഗുണ്ടകളെ വിശ്വസിച്ച് ഒരു നാടിന്റെ സമയം, പണം, ഔദ്യോഗിക സംവിധാനം എന്നിവയൊക്കെ പാഴാക്കിയ ഭരണകൂടം ഈ തട്ടിപ്പുകൾക്ക് പൂർണ്ണമായും മറുപടി പറയേണ്ടതുണ്ട്. അഗസ്റ്റിൻ ബ്രദേഴ്സ് ഇത് വ്യക്തിപരമായ ഒരു ക്രിമിനൽ കഥ മാത്രമല്ല, പണവും സ്വാധീനവും ഉപയോഗിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയെയും ഭരണകൂടത്തെയും മാധ്യമങ്ങളെയും എങ്ങനെ വിലക്കെടുക്കാം എന്നതിന്റെ ഭയാനകമായ ഒരു പാഠമാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ തട്ടിപ്പുകൾക്കെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തിയേ മതിയാകൂ. എന്നാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.